ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഉത്തുംഗ പ്രാകാരത്തിൻ്റെ മുകളിലെത്തിയ മാരുതി മഹാപുരിയുടെ മാഹാത്മ്യം കണ്ട് ആശ്ചര്യസ്തബ്ധനായതുപോലെ അല്പസമയം നിന്നു. സുന്ദര മന്ദിരങ്ങളുടെ പടികൾ സ്വർണ്ണ നിർമ്മിതമാണ്. മുറ്റങ്ങളിൽ പളുങ്കിൻ പൊടികൾ, വൈഡൂര്യം, വജ്രം, സ്ഫടികമുത്ത് എന്നിവയാൽ നിർമ്മിച്ച തറകൾ, മീതെ വെള്ളി വെണ്മയാർന്ന മണിത്തിണ്ണകൾ, തനി തങ്കം കൊണ്ടുണ്ടാക്കിയ വാതിൽപ്പടികൾ, വൈഡൂര്യക്കോണികൾ, വാനുരുമി നിൽക്കുന്ന മനോഹരങ്ങളായ നാലുകെട്ടുകൾ, ചക്രവാകം, അരയന്നം, മയിൽ തുടങ്ങിയ പക്ഷികളുടെ കളകളനാദങ്ങൾ, മാറ്റുലയുണ്ടാക്കുന്ന ആഭരണജാല ഘോഷങ്ങൾ, ഇങ്ങനെ അതുല്യ ശോഭയാർന്ന ലങ്കാപുരി അമ്പരത്തെ സ്പർശിക്കുന്ന അഗ്നിജ്വാലകൾ പോലെ മിന്നിത്തിളങ്ങുന്നത് കണ്ട പവനതനയൻ ഏറ്റവും സന്തുഷ്ട ഹൃദയനായി തീർന്നു. അസുരേശ്വരൻ്റെ രമ്യവും ശുഭവും ഉത്തമവും ഐശ്വര്യപൂർണവുമായ ലങ്കാപട്ടണത്തെ കണ്ട് ചിന്തിച്ചു. ദശഗ്രീവൻ്റെ ദാനവപ്പട അസ്ത്രശസ്ത്രങ്ങളേന്തി നിൽക്കുമ്പോൾ ഏതൊരുവന് ഈ പുരി ആക്രമിക്കുവാൻ സാധിക്കും? അംഗദൻ, കുമുദൻ, കപിസത്തമനായ സുഷേണൻ, മൈന്ദൻ, ദ്വിവിധൻ, ആദിത്യാത്മജനായ വാനരരാജാവ്, കുശപർവാവ്, വൃക്ഷവരനായ കേതുമാലൻ എന്നിവർ ഒരുപക്ഷെ ഇവിടേക്ക് വന്നേക്കും. പിന്നാലെ ഞാനും. മഹാബാഹുവായ ശ്രീരാമസ്വാമിയുടെ പരാക്രമവും സൗമിത്രിയുടെ വിക്രമവും ഓർമ്മിച്ചപ്പോൾ മാരുതിയുടെ ഹൃദയം കൃതാർത്ഥതയും സന്തുഷ്ടിയും കൊണ്ട് പൂർണ്ണമായി. കോഷ്ടാകാരങ്ങളാകുന്ന കർണാഭരണങ്ങൾ, രത്നങ്ങളാകുന്ന വസ്ത്രം, വലിയ യാത്രാകാരങ്ങളാകുന്ന സ്തനങ്ങൾ എന്നിവ കൊണ്ട് പ്രമാദമായൊരു കമിനിമണി പോലെ ആ പട്ടണം മിന്നിത്തിളങ്ങി. ഉജ്ജ്വലങ്ങളായ ദീപങ്ങളാലും വൻ ജ്യോതിസുകളാലും നിശാചരേന്ദ്രപുരി അന്ധകാരം ലേശമില്ലാതെ പകൽ പോലെ പ്രകാശിക്കുന്നത് മഹാകവി കണ്ടു. സംശയലേശമില്ലാതെ ഇടറാതെ മുന്നോട്ട് കാലെടുത്തു വെച്ച കരുത്തനായ വായുപുത്രനെ രൂപമെടുത്തു നിൽക്കുന്ന ആ നഗരി കണ്ടു. രാവണഭുജപാലിതയായ ലങ്കാശ്രീ വികൃതവദനയും ലോചനയുമായൊരു ഘോരരൂപത്തിൽ ഹരീന്ദ്രനായ ശ്രീ ഹനുമാന്റെ പുരോഭാഗത്തിൽ പ്രത്യക്ഷയായി. ഏതൊരു ധീരനെയും കിടിലം കൊള്ളിക്കത്തക്ക വിധത്തിൽ ഉച്ചത്തിൽ ഒന്നലറിക്കൊണ്ട്, എടോ വനസഞ്ചാരിയായ മർക്കടമേ, നീ ആരാണ്? എന്തിനാണ് ഇവിടേക്ക് വന്നത്? നിന്റെ ജീവൻ ഇതാ പോവുകയായി. അതിനു മുമ്പ് സത്യം പറയുകയാണ് നല്ലത്. എടോ വാനര, ഈ ലങ്കയിലേക്ക് നിനക്ക് കടക്കുവാൻ സാധിക്കുന്നതല്ല. നോക്ക്, രാവണേശ്വരന്റെ സൈന്യങ്ങൾ നാല് പുറവും കാവൽ നിൽക്കുന്നത്. ഭീകരരൂപത്തിൽ മുന്നിൽ നിൽക്കുന്ന അവളോട് വീരവീരനായ മാരുതി, ഹേ വിരൂപാക്ഷി, നീ ചോദിച്ചതിന് സത്യമായ ഉത്തരം ഞാൻ പറയാം. നീ ആരാണ്? ഈ ഗോപുരദ്വാരത്തിൽ നിൽക്കുവാൻ കാരണമെന്ത്? ഘോരസ്വരൂപിണിയായ നീ എന്തിനാണ് എന്നെ തടുത്ത് ഇങ്ങനെ പഴി പറയുന്നത്? കാറ്റിൻ മകന്റെ വാക്കുകൾ കേട്ട ആ കാമരൂപിണി അതിക്രോധത്തോടെ പരുഷമായി തുടർന്നു. എടോ കവി, മഹാത്മാവായ രാക്ഷസ പെരുമാൾ രാവണന്റെ ആജ്ഞയനുസരിച്ച് ഈ നഗരിയെ രക്ഷിച്ചു പോകുന്നവളും ഏതൊരാൾക്കും വിജയിക്കുവാൻ കഴിയാത്തവളുമാണ് ഈ ഞാൻ. എന്നെ തോൽപ്പിച്ച് ഈ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ നിനക്ക് എന്നല്ല ഒരൊറ്റ ജീവിക്കും സാധിക്കില്ല. എടാ, ഇതാ എൻ്റെ ഒരൊറ്റ അടി മാത്രം മതി, നീ സുഖമായി ദീർഘനിദ്രയിൽ ആഴും. എടോ കാട്ടുവാസി, ലങ്കാനഗര ദേവതയാണ് ഞാൻ. ഇവിടെ എല്ലാ സ്ഥലവും കാത്തുരക്ഷിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് നിന്നെ തടുത്തു. ഇങ്ങനെ പറഞ്ഞു. ലങ്കാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട അനിലസുതൻ അവളുടെ മുന്നിൽ മറ്റൊരു അജലം പോലെ നിന്നു. വല്ലാത്ത ഉഗ്രസ്വരൂപത്തിലുള്ള അവളെ നോക്കി മഹാപ്രാജ്ഞനായ കപികേസരി വീണ്ടും തുടർന്നു. കമാനങ്ങൾ, കൊത്തളങ്ങൾ എന്നിവ കൊണ്ട് അലങ്കൃതമായ ലങ്കാപുരി കാണുവാൻ അത്യാഗ്രഹമുണ്ട്. വനങ്ങൾ, പൂങ്കാവുകൾ, കാനനങ്ങൾ, പർവ്വതതുല്യ മന്ദിരങ്ങൾ തുടങ്ങിയവ കാണുവാൻ വേണ്ടി മാത്രം വന്നതാണ്. മനോമോഹനമായ ലങ്കാരാജ്യത്തെ ചുറ്റി നടന്നു കണ്ട് ആനന്ദിച്ച് മടങ്ങിപ്പോകുവാൻ സമ്മതം തരണം. ഹനുമാന്റെ വാക്കുകൾ ആ കാമരൂപിണിയായ ലങ്കാശ്രീയെ അത്യധികം കോപിഷ്ഠയാക്കി. പരുഷാക്ഷരങ്ങളോടുകൂടി ഒന്നുകൂടി താക്കീത് ചെയ്തു. എട ദുഷ്ട അധമ, എന്നെ വിജയിക്കാതെ അസുര ചക്രവർത്തിയുടെ ഈ ലങ്കാരാജ്യത്തെ നിനക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കുമെന്ന് ആലോചിക്കേണ്ട. ഹേ മംഗളസ്വരൂപിണി, ഈ പ്രദേശം വേഗമൊന്ന് കണ്ട് ഞാൻ വന്ന വഴിക്കു തന്നെ പൊയ്ക്കോളാം. ഹരിവിക്രമിയായ ഹനുമാൻ രാക്ഷസിയോട് അപേക്ഷിച്ചു. ലങ്കാലക്ഷ്മിയാകട്ടെ അതിഭയങ്കരമായൊന്ന് ഗർജിച്ചു. കൈത്തലം പരത്തി വാനരേന്ദ്രനെ ഒന്ന് ആഞ്ഞടിച്ചു. മഹാവീരനായ
പവനാത്മജൻ ചീർത്ത ശബ്ദത്തിൽ മുരണ്ടുകൊണ്ട് ഇടത്തെ കൈയിൻ്റെ വിരലൊക്കെ ചുരുട്ടി. സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ള ഓർമ്മയോടെ അരിശപ്പെടാതെ ഒന്നിടിച്ചു. ആ വികൃതാനന അതുകൊണ്ട് തന്നെ വീണുകഴിഞ്ഞു. രാക്ഷസവംശമാണെങ്കിലും ഒരു സ്ത്രീയാണെന്ന കനിവ് മഹാപണ്ഡിതനായ ഹനുമാനുണ്ടായി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.